ശ്രീ കെ പ്രമോദ്, ഇവിടെ SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ ED അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിൽ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും ഒക്കെ ഹാനികരമാകുന്ന പ്രവൃത്തികളാണ് SDPI നടത്തുന്നത്. അതിൽ ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാമെന്നുള്ള തന്ത്രമാണോ ഇത്തരത്തിൽ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയായി ലേബൽ ചെയ്യപ്പെടുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്? കാരണം അവിടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചില ഇടപെടലുകൾക്ക് ഒരു പരിധി ഉണ്ടാകുമല്ലോ. അതായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത്? അതോ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഇനി നിരോധനത്തിലടക്കം വരികയാണെങ്കിൽ വേണ്ടിവരും? ഇതിലെന്താന്ന് വെച്ചാല് ഒരു കാര്യം മാഡം പറഞ്ഞ പോലെ ഒരു കാര്യം കറക്റ്റാണ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിടത്തോളം കാലം ഇവർ ഒരു ഡിഫൻസ് എടുക്കാം. അതിനുവേണ്ടി തന്നെയാണ് ഇവരൊരു പൊളിറ്റിക്കൽ. പക്ഷെ ഇതില് പോപ്പുലർ ഫ്രണ്ട് ആയാലും അതുപോലെ ഈ അബ്ദുൽ നാസർ മദനിയുടെ PDP ആയാലും എല്ലാം പൊളിറ്റിക്കൽ ലൈനിൽ ചിന്തിച്ചിരുന്നവരാണ്. ഇതില് ഇന്നിപ്പോ എന്റെ കയ്യിൽ അതിന്റെ ഒരു കോപ്പി കിട്ടി, പ്രസ് റിലീസ് CDയുടെ. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് 2013 കേരളത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തെന്ന് തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷനാണ് ഇത്. 2013 ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന SDPI എന്ന സംഘടനയെ കുറിച്ച് അവരുടെ ലെറ്ററുകളെല്ലാം കൃത്യമായിട്ട് ആ പ്രസ് റിലീസിൽ വെച്ചിട്ടുണ്ട്. ആ പ്രസ് റിലീസില് വളരെ അത്ഭുതകരമായി തോന്നുന്നത് ഇവരൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഈ ഫണ്ടിങ്ങുകൾ വരുന്നത്? ഈ ഫണ്ടിങ്ങുകളെല്ലാം ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഇവരുടെ റിപ്പോർട്ട് പ്രകാരം എൻറ്റയർ ഫണ്ടിങ് ഈസ് ഫ്രം ദുബായ്. അത് എന്ത് പർപ്പസ്? ഇവൻ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലായാലും ഇപ്പത്തെ നിയമപ്രകാരം, ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നതിന് പ്രകാരം ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവർക്ക് വരുന്ന ഫണ്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം. SDPI അത് പരിശോധിക്കണം. അതിൽ കള്ളത്തരണ്ടെങ്കിൽ പിടിക്കണം. കേരളത്തിലെ സംബന്ധിച്ച് എന്താ വെച്ചാൽ SDPI എന്ന സംഘടന ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് കേരളത്തിലാണ്. ഇതിന്റെ നേതാക്കന്മാര് ഇപ്പൊ മാഡം കുറച്ചു നേരത്തെ പറഞ്ഞു, പത്മനാഭൻ സാറ് പറഞ്ഞു, ജോസഫ് സാർ അത് തന്നെയാ പറയുന്നത്. കാരണം ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത ആളുകൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ നിന്ന് NIA വന്ന് അറസ്റ്റ് ചെയ്യാണ്. അത് കേരള പോലീസ് അറിയുന്ന അവസാന മിനിറ്റിൽ എയർപോർട്ടിൽ വന്ന് അവർക്ക് ഇവിടുന്ന് ഡൽഹിക്ക് കൊണ്ടുപോകുന്ന സമയം മാത്രമാണ് ലോക്കൽ പോലീസിനെ അറിയിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ലോക്കൽ പോലീസിലും ഇവരുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ലോക്കൽ പോലീസിലും ഞാൻ അതിൽ ജോസഫ് സാറ് പറഞ്ഞതിനോട് ഞാൻ എതിർക്കുന്നു. കാരണം കേരളത്തിന്റെ ഇന്റലിജൻസ് വിങ് എന്തുകൊണ്ട് ഇതൊന്നും കണ്ടുപിടിക്കുന്നില്ല? കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ത്യ മഹാരാജ് കിട്ടിയാൽ കേരള പോലീസും ഇതിന് ഇന്റിമേഷൻ എല്ലാം കൊടുക്കണം. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ 16-17 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. മലപ്പുറത്ത് നിന്നൊക്കെ രാത്രി വന്ന് 1 മണിക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഇത് കേരള പോലീസ് അറിയുന്നത് എപ്പോഴാണ്? അവരെല്ലാം എയർപോർട്ടിൽ എത്തിച്ചതിന് ശേഷം ലോക്കൽ എയർപോർട്ട് സ്റ്റേഷന്റെ അറിയിപ്പ് NIA കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ മാത്രം. അപ്പൊ ഇവിടുത്തെ ഇന്റലിജൻസ് വിങ് എത്ര വീക്കാണ്? ഒന്നില്ലെങ്കിൽ ഇന്റലിജൻസ് വിങ് റിപ്പോർട്ട് കൊടുക്കുന്നു, ഭരിക്കുന്ന പാർട്ടി അത് കോൺഗ്രസ് ആയാലോ കമ്മ്യൂണിസ്റ്റ് ആയാലോ അവരിതിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ യാതൊരു വിവരങ്ങളും ചോർത്താതെ മുന്നോട്ട് പോകുന്നു. അതൊരു ശരിയായ നടപടിയല്ല. പിന്നെ ED ഫയൽ ചെയ്ത റിപ്പോർട്ട് ഞാൻ അതിന്റെ ഒരു കോപ്പി കണ്ടു. എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് അവരുടെ ലെറ്ററിൽ തന്നെ പറയുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്, അതായത് അവരുടെ ക്ലോസ് നമ്പർ 5 അവർ പർപ്പസ് ഈസ് എൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്താണ് പറയുന്നത്? അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാകുന്ന കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ജീവിക്കേണ്ടതാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഒരു എന്തിന്റെ തീവ്രവാദിത്തരം ശരിയായ നടപടിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അല്ല. ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകൾ, എല്ലാ സംഘടനകളും ഈ ഒരു കാര്യത്തിൽ പഴി കേൾക്കേണ്ടി വരികയാണ് ഇവരുടെ പ്രവർത്തികൾ കാരണം. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആണ്.
കേന്ദ്രം എല്ലാത്തിനും ഭാഗ്യം. ഇപ്പോ മാഡം പറഞ്ഞ പോലെ ഡൽഹിയിൽ ആണ് അറസ്റ്റ്, ചിലതിൽ ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ്. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ കളി മാറി. എല്ലാത്തിനും UP-നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ. ഞാൻ ഇതിലൊന്നല്ല, രാജ്യത്തിന്റെ എന്താ സെക്യൂരിറ്റി ദാറ്റ് ഇസ് പ്രൈം ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ദ സ്റ്റേറ്റ് പോലീസ്. അവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല? അവരുടെ ഇന്റലിജൻസ് വിങ് എവിടെ പോയി? ഇദ്ദേഹം, ഞാൻ തൃശ്ശൂരുകാരനാ, തൃശ്ശൂര് പട്ടിക്കാട് സ്വദേശിയാണ് ആള്. അദ്ദേഹത്തിന്റെ ഫംഗ്ഷനിങ് മോണിറ്റർ ചെയ്യാൻ ഇവിടുത്തെ കേരളത്തിന്റെ ഇന്റലിജൻസ് വിങ്ങിന് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാണ്. അദ്ദേഹം ഇങ്ങനത്തെ പ്രവർത്തികളിൽ പങ്കെടുത്തു. ഇദ്ദേഹത്തിന് ഞാൻ നോക്കുമ്പോ ദർ ഇസ് മോർ ദാൻ 12 നോട്ടീസുകൾ അയാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തിലെ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ NIക്ക് വന്നിട്ട് എന്താ പറയാ ED വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തൊക്കെ. അതുപോലെ നോട്ടീസ് സർവ് ചെയ്തിട്ടുണ്ട് 12 പ്രാവശ്യം. ഇതിലെല്ലാം സൈലന്റ് സ്പെക്ടേറ്റേഴ്സ് ആണ് ഇവിടുത്തെ ചില പൊളിറ്റീഷ്യൻസ്. അങ്ങനെ തന്നെ പറയണം. ഇപ്പൊ ആർക്കും ബുദ്ധിമുട്ട് തോന്നില്ല. നിങ്ങൾ നോക്കൂ, കുട്ടികൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പോ ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ അത് മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമായി വന്നിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമായി വരുമ്പോ ഇതിലെല്ലാം ഫണ്ടിങ് ഇല്ലീഗലാണ്. അത് ഒരാളും ശ്രദ്ധിക്കുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോ മാത്രമാണ് നമ്മളെല്ലാത്തിലും അലേർട്ട് ആവുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേഷൻ വെച്ച് ഇവരുടെ എൻറ്റയർ ആക്ടിവിറ്റീസ്, ഇവരുടെ എൻറ്റയർ ഫണ്ടിങ് പരിശോധിച്ച് ഇവരുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇവരുടെ ഈ രജിസ്ട്രേഷൻ ഇവർക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ അത് കട്ട് തന്നെ വേണം. അല്ലാതെ ഇരുന്നാൽ ഇതുപോലെ ഓരോരുത്തരും ചെയ്തു തുടങ്ങും. ഇന്ന് ഇവർ ചെയ്യുന്നു. ഇത് ഈ പറഞ്ഞ പോലെ രാജശേഖരൻ സാർ പറഞ്ഞ പോലെ ആദ്യ സമയങ്ങളിൽ ഇത് PFI, അത് കഴിയുമ്പോൾ PDP ആയിരുന്നു ആദ്യം, അത് കഴിയുമ്പോൾ PFI, അതിനുള്ളിൽ പോയപ്പോ പിന്നെ സൈലന്റ് ആയത്. ആ പാർട്ടി ഇപ്പൊ എവിടെയും കാണുന്നില്ല. എന്നാലും 2 പാർട്ടിക്കാരും ഇതിലെ UDF ആയാലും LDF ആയാലും സദസ്സിൽ ഇരുത്തി ഇവരുടെ ചെറിയ വോട്ട് ഇവർക്ക് ഉണ്ടാവുമായിരിക്കും, അനുയായികൾ ഉണ്ടാവും. പിന്നെ ഇവരെ ചൂസ് ചെയ്യുന്ന അനുയായികളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ശ്രീ പ്രമോദ്, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം SDPI പരസ്യ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഇന്ന മണ്ഡലത്തിൽ LDF-നൊപ്പം, ഇന്ന മണ്ഡലത്തിൽ UDF-നൊപ്പം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നിലപാടുകൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക, ഞങ്ങൾ വേണ്ട എന്ന് പറയണോ എന്നാണ് ചോദിക്കുന്നത്. വളരെ ഒഴുക്കൻ മറുപടിയാണ്. നമുക്കറിയാം ഏതൊക്കെ പഞ്ചായത്തുകളിൽ SDPI സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് LDF എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റുള്ള സാധാരണക്കാരായ ജനത്തെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഈ പ്രഹസന നാടകം കൂടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്.